കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വിഴിഞ്ഞം ഇന്ന് അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പേരിൽ ലോകശ്രദ്ധ നേടുകയാണല്ലോ. എന്നാൽ വിഴിഞ്ഞത്തിന് ഒരുപാട് പഴക്കമുള്ള ഒരു തുറമുഖ ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? വിഴിഞ്ഞം കേവലം ഒരു മീൻപിടുത്ത ഗ്രാമത്തിനപ്പുറം സഹസ്രാബ്ദങ്ങളോളം കേരളത്തിന്റെ വാണിജ്യ ഭൂപടത്തിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. 2-ാം നൂറ്റാണ്ട് മുതലുള്ള മൺപാത്ര അവശിഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവിടത്തെ പുരാതന കടൽ വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. നാഗർകോവിൽ മുതൽ തിരുവല്ല വരെ വ്യാപിച്ചുകിടന്നിരുന്ന ആയി രാജ്യത്തിന് വിഴിഞ്ഞം ഒരു തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രവും തുറമുഖവുമായിരുന്നു. 8-ാം നൂറ്റാണ്ടിലെ പാണ്ഡ്യ രാജാവായ നെടും ചടയന്റെ ശ്രീവരാമംഗലം ചെമ്പ് തകിടുകളിൽ വിഴിഞ്ഞത്തെക്കുറിച്ചും അതിന്റെ കോട്ടയെക്കുറിച്ചും പരാമർശമുണ്ട്. പിന്നീട് ചോളന്മാരും പാണ്ഡ്യന്മാരും വേണാടും തിരുവിതാംകൂറും ഭരിച്ചപ്പോഴും വിഴിഞ്ഞം അതിന്റെ പ്രാധാന്യം നിലനിർത്തി. 7-ാം നൂറ്റാണ്ടിൽ ചോള പാണ്ഡ്യ യുദ്ധത്തിന് വിഴിഞ്ഞം തുറമുഖം വേദിയായിട്ടുണ്ട്. പഴയകാല ഗ്രീക്ക് സഞ്ചാരികൾ വിഴിഞ്ഞത്തെ ബാലിറ്റ എന്ന പേരിലും റോമൻ യാത്രികർ ബ്ലിംഗ എന്ന പേരിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ വിഴിഞ്ഞം ഒരു തിരക്കേറിയ തുറമുഖമായിരുന്നെന്നും പിന്നീട് ഇത് അവഗണിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നെന്നും ചരിത്രം പറയുന്നു. ഇങ്ങനെ ആഴമേറിയ ഒരു ചരിത്രമുള്ള വിഴിഞ്ഞം വീണ്ടും ലോക വാണിജ്യ ഭൂപടത്തിൽ ഇടം നേടുന്നത് ഒരുപാട് അഭിമാനകരമായ കാര്യമാണ്. ഇതുപോലെയുള്ള രസകരമായ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യൂ.